എല്ലാ ദിവസവും ഞാൻ ഓരോ ഭക്തരുടെ അനുഭവമായിട്ടല്ലേ വരാറുള്ളത്. ഇന്ന് എൻ്റെ സ്വന്തം അനുഭവമായിട്ടാണ് കേട്ടോ, എൻ്റെയും വിഷ്ണുവിൻ്റെയും അനുഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശുക്രനെ ഡോക്ടറെ കാണിക്കാനായിട്ട് പോകുക എന്നുള്ളത്. അത് എന്താണെന്ന് പലരും ചോദിച്ചിട്ടുണ്ട് കേട്ടോ, എങ്ങനെയാണ് പൊള്ളലുണ്ടായി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബൈക്കിൻ്റെ സൈലൻസർ ഉണ്ടല്ലോ, അതിന്നാട്ടോ പൊള്ളലേറ്റത്. അത് ഉണ്ണീനെ ബൈക്കിൽ നിന്ന് ഇറക്കുന്ന സമയത്ത് കാലിൽ തട്ടിയിട്ട് പൊള്ളിയതാണ്. കുറച്ച് കൂടുതലായിട്ട് പൊള്ളിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഡോക്ടറെ കാണിച്ചപ്പോൾ ആൻറ്റിബയോട്ടിക്കും തന്നു, പിന്നെ ഓയിൻമെൻറ്റ് പുരട്ടാനുള്ളതും തന്നു. പക്ഷെ കുട്ടിയാണെങ്കിൽ കുറച്ച് വാശിയുള്ള കൂട്ടത്തിലാണ് നമ്മുടെ ശുക്രനെ. മരുന്ന് തീരെ കഴിക്കില്ല. അപ്പോൾ ഞാൻ ഈ സിറപ്പ് മാറ്റിയിട്ട് ടാബ്ലറ്റ് ആക്കി, എന്നിട്ടും കുട്ടി കഴിക്കണില്ല. പല രീതിയിൽ പറഞ്ഞു നോക്കി, അടിക്കുകയൊക്കെ ചെയ്തിട്ട് കഴിക്കാണ്ടായപ്പോൾ വലിയ സങ്കടമായി. ഇനിയിപ്പോൾ എങ്ങനെയാണ് അത് മാറുക എന്നുള്ള ഒരു ടെൻഷൻ. അപ്പോൾ ഗുരുവായൂരപ്പനെ ഞാൻ എല്ലാവരുടെ അടുത്തും പറയാറുണ്ടല്ലോ, വഴിപാടുകൾ നേരെ നന്നായി പ്രാർത്ഥിക്കുക എന്നുള്ളത്. അതേപോലെ ആൾരൂപമൊക്കെ എടുത്ത് വെച്ചു. ആടിയ എണ്ണ കുട്ടിക്ക് കുടിക്കാനായിട്ട് കുറച്ച് നമ്മൾ സേവിക്കാനായിട്ട് എടുക്കുമല്ലോ ഉള്ളിലേക്ക്, അങ്ങനെ കൊടുത്തു. അപ്പോൾ അത് മാത്രമാണ് ഒരു മരുന്നായിട്ട് അകത്തേക്ക് ചെന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ പ്രാർത്ഥന, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കാരണം ഇത് ഉണങ്ങാനായിട്ട് കുറേ സമയമെടുക്കും, ഇൻഫെക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടെൻഷനോടൊക്കെ കൂടിയിട്ടാണ് ഇന്നലെ ഡോക്ടറെ കാണിക്കാനായിട്ട് എത്തിയത്. അപ്പോൾ ഡോക്ടർ പരിശോധിച്ച സമയത്ത് പറഞ്ഞു, അത് മുന്നത്തേക്കാളും ബെറ്റർ ആയിരിക്കുന്നു, അതായത് ഉണക്കമുണ്ട്, വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും എനിക്ക് അത്ഭുതം തോന്നിട്ടോ. ഡോക്ടർ തന്നെ പറഞ്ഞിരുന്നു അത് മരുന്ന് കഴിക്കണം, ഇല്ലെങ്കിൽ അത് കുറയില്ല എന്നുള്ളത്. അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു, ദൈവാധീനം കൊണ്ടാണ് ഇത്രയ്ക്ക് വ്യത്യാസം വന്നതെന്ന്. അപ്പോൾ അത് കേട്ടപ്പോൾ ശരിക്കും അത് എനിക്ക് കണ്ണു നിറഞ്ഞു ആ സമയത്ത്. കാരണം ആ ഒരു വാക്ക് കേൾക്കാനാണ് ഞങ്ങൾ ചെല്ലുന്നതേ. പക്ഷെ മരുന്ന് കഴിക്കാതെ ആയപ്പോൾ വളരെ ടെൻഷനൊക്കെ ആയിട്ട് ഡോക്ടർ ഇത് പറഞ്ഞപ്പോൾ ശരിക്കും എനിക്കൊരു ആശ്വാസം ശരിക്കും ആ സമയത്ത് തോന്നി. അത് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് കേട്ടോ. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനകളും അതിൻ്റെ കൂട്ടത്തിലുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടും ഗുരുവായൂരപ്പൻ്റെ ആ ഒരു അനുഗ്രഹം കൊണ്ടും മാത്രമാണ് ആ ഒരു, അതായത് വലുതായിട്ട് പോകേണ്ട ആ ഒരു മുറിവ് കുറഞ്ഞിട്ട്, അതായത് ഭേദമായിക്കൊണ്ടിരിക്കുന്നത്. സമയമെടുക്കുമെന്ന് പറഞ്ഞു കേട്ടോ. കാരണം സൈലൻസറിൽ നിന്ന് വന്നിട്ടുള്ള പൊള്ളൽ കുറച്ച് സമയം എടുത്തിട്ടാണ് മാറുകയെന്ന് ഡോക്ടർ പറഞ്ഞു. എന്നാലും അതിന് മാറ്റം ഉണ്ടെന്ന് കേട്ടപ്പോൾ വളരെ വളരെ സന്തോഷം, ആശ്വാസം തോന്നിയൊരു സമയമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെ അടുത്തും പറയാനുള്ളത് അത് തന്നെയാണ്. നമുക്ക് തോന്നും ചെറിയ ചെറിയ അനുഭവങ്ങളാണെങ്കിൽ കൂടെ അതിൻ്റെ കൂടെ കൈ പിടിച്ചിട്ട് ഗുരുവായൂരപ്പൻ ഉണ്ട് എന്നുള്ളത്. നമ്മൾ നന്നായി പ്രാർത്ഥിക്കുക. അതേപോലെ ഈ ആടിയ എണ്ണയ്ക്ക് ഒരുപാട് ബലമുള്ളതാണ്. ഒരുപാട് ഭക്തരെ പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്. അത് വേദനയ്ക്കൊക്കെ പുരട്ടുന്നതാണ്, മുറിവിന് ഉപയോഗിക്കാനുള്ളതല്ല കേട്ടോ. പക്ഷെ നമ്മളത് കുറച്ച് നമ്മുടെ അകത്തേക്ക് സേവിക്കുന്നത് വളരെ നല്ലതാണ്. നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിശ്വാസത്തോട് കൂടിയിട്ട് അത് സേവിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു അനുഭവം കൂടെ നിങ്ങളുടെ അടുത്ത് നിന്ന് ആദ്യം തന്നെ അതാണെന്ന് പറയാനായിട്ടുള്ളത്.